ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ 3 കപ്പലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് MSC ഡാലിയ, MSC ഓറിയോൺ, MSC ആഡ്വിഫൈ. ഈ കപ്പലുകളുടെ കറണ്ട് സ്റ്റാറ്റസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഏത് കപ്പലാണ് ആദ്യമായി വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേരുന്നത് എന്നും നമുക്ക് ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കാവുന്നതാണ്. 3 ഷിപ്പുകളിൽ ആദ്യമായി നമുക്ക് നോക്കേണ്ടത് MSC ഓറിയോണിൻ്റെ കറണ്ട് സ്റ്റാറ്റസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ മുന്നിൽ ഷിപ്പുണ്ട്. നമ്മുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഡഗാസ്കർ കഴിഞ്ഞ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഷിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് സ്പീഡ് 15.2 നോട്ടിക്കൽ മൈൽ സ്പീഡ്, ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 3/9/2024 4 AM ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് ആവട്ടെ 12.7 മീറ്ററും. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 30/8/2024 7:51 AM ആണ്. ഇനി നമുക്ക് അടുത്ത ഷിപ്പ് നമുക്ക് നോക്കാം. അടുത്ത ഷിപ്പായ MSC ആഡ്വിഫൈയിലെ കറക്റ്റ് സ്റ്റാറ്റസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാ നമ്മുടെ മുന്നിൽ തന്നെ MSC ആഡ്വിഫൈയുമുണ്ട്. MSC ആഡ്വിഫൈ ഇപ്പോൾ ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. നമുക്ക് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇനി ശ്രീലങ്കയിലെ കൊളംബോ പോർട്ട് അടുത്തുകൂടി നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്കാണ് MSC ആഡ്വിഫൈ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് 10.9 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്, ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 31/8/2024 10 AM ആണ്. ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് ആവട്ടെ 12.5 ആണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 30/8/2024 8:31 AM ആണ്. ഇതാണ് 2 ഷിപ്പുകളുടെയും, അതായത് MSC ഓറിയോൺ, MSC ആഡ്വിഫൈ, ഈ 2 ഷിപ്പുകളുടെയും കറണ്ട് സ്റ്റാറ്റസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഷിപ്പായ, നമുക്കറിയേണ്ട മൂന്നാമത്തെ ഷിപ്പായ MSCയുടെ തന്നെ ഡെയിലിയിലെ കറണ്ട് സ്റ്റാറ്റസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. MSC ഡെയിലിയുടെ കറണ്ട് സ്റ്റാറ്റസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷിപ്പ് ഇപ്പോൾ കേരള തീരത്തെത്തിയിരിക്കുന്നു. അതായത് കൊച്ചി, ആലപ്പുഴ, ഇതാ ഈ സ്ഥലത്തേക്ക് കറക്റ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ കേരള തീരത്ത് ഇപ്പോൾ MSC ഡാലിയ എത്തിയിരിക്കുന്നു. വിഴിഞ്ഞം പോർട്ട് തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് സ്പീഡ് നോക്കാം. 21.2 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്, ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. 30/8/2024 5:30 PM വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് ഷിപ്പ് പ്രവേശിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രാഫ്റ്റ് 12.8 ആണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 30/8/2024 7:49 AM ആണ്. ഇതാണ് ഈ 3 ഷിപ്പുകളുടെയും കറണ്ട് സ്റ്റാറ്റസ്. അതായത് ആദ്യമൊന്ന് MSC ഡാലിയ എന്ന് തന്നെ പറയേണ്ടി വരും. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ് തന്നെയാണ് MSC ഡാലിയ. ഇന്ന് വൈകുന്നേരത്തോടെ നമ്മുടെ പോർട്ടിലെത്തും. പോർട്ടിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ പോർട്ടിനകത്ത് പ്രവേശിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരാൻ പോകുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ MSCയുടെ 3 കപ്പലുകളെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് വന്ന ആദ്യത്തെ ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഷിപ്പായ സാൻ ഫെർണാണ്ടോ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ കാണിച്ചിരിക്കുന്നത് പോർട്ട് ഓഫ് ടാഞ്ചിയർ ആണ്. ഇപ്പോൾ ഈ പറയുന്ന സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ആദ്യമായിട്ട് വന്ന കപ്പൽ പോകുന്നത്. ഇനി നമുക്ക് ആ കപ്പലിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പോർട്ട് ഓഫ് ടാഞ്ചിയർ മെഡിറ്ററേനിയൻസ്, പോർട്ട് സെറ്റ് ഈസ്റ്റ്, അൽജിറസ്, ഈ 3 പോർട്ടിലേക്കാണ് കപ്പൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് സാൻ ഫെർണാണ്ടോയുടെ കറണ്ട് സ്റ്റാറ്റസ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെൻ്റ് ഭാഗമായിട്ട് ആദ്യമായിട്ട് വന്നൊരു ഷിപ്പുണ്ട്, മരിയൻ അസൂറിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊളംബോ പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാ കൊളംബോ പോർട്ടിലേക്ക് സൗത്ത് ആഫ്രിക്ക വഴി ചുറ്റിപ്പോകാനിരിക്കുന്ന നമ്മുടെ മരിയൻ അസൂറിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മരിയൻ അസൂറിൻ്റെ ഷെഡ്യൂൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊളംബോ, ജാൻബിറ്റി, മുണ്ട്ര, കൊളംബോ, ഇതാണ് ഈ പറയുന്ന മരിയൻ അസൂറിൻ്റെ ഷെഡ്യൂൾ. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്ന നാവിയസ് ടെമ്പോ, ആർക്കും മറക്കാൻ പറ്റാത്ത ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്ന ഷിപ്പുകൾ. ആ നാവിയസ് ടെമ്പോയുടെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എണ്ണൂർ പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാവിയസ് ടെമ്പോ, ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കൊളംബോ പോർട്ടിൽ നിന്ന് എണ്ണൂർ പോർട്ടിലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല കപ്പലിൻ്റെ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണൂർ പോർട്ട്, ചെന്നൈ, കൊളംബോ, സലാല, കൊളംബോ, എണ്ണൂർ, ചെന്നൈ,
കൊളംബോ സലാല, ഇങ്ങനെ ഈ സലാല കൊളംബോ ഇങ്ങനെയുള്ള പോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാവിയസ് ടെമ്പോ. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരാൻ പോകുന്നതും വന്നു പോയതുമായ കപ്പലുകളുടെ കറണ്ട് സ്റ്റാറ്റസ്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് നമ്മുടെ ഈ 3 കപ്പലുകളിൽ ഒരു കപ്പൽ, അതായത് ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ MSC ഡാലിയ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേരള തീരത്ത് ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറയുണ്ടായി, കേരള തീരത്ത് ഷിപ്പ് എത്തിയിരിക്കുന്നു, ആലപ്പുഴ പിന്നിട്ടിരിക്കുന്നു, കൊല്ലം ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരത്തോടുകൂടി പോർട്ടിനകത്ത് പ്രവേശിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിൽ കാണിച്ചിട്ടുള്ളത് 5:30 PM ആണ് എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ എന്ന് പറയുന്നത്. എന്നാലും വൈകുന്നേരത്തോടെ ഷിപ്പ് പോർട്ടിനകത്തേക്ക് പ്രവേശിക്കും. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഷിപ്പ് തന്നെയാണ് ഈ പറയുന്ന MSC ഡാലിയ. ഈ പറയുന്ന 3 ഷിപ്പുകളും ഷെഡ്യൂളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.